Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസൺ പ്ലാൻ തന്നെയാണ്. ഇന്നത്തെ ടോപ്പിക്ക് ദീസ് ആൻഡ് ദോസ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം പ്രിലിമിനറി ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതുന്നത്. പ്രിലിമിനറി ഡീറ്റെയിൽസിൽ വരുന്നത് ഏതാണോ നമ്മുടെ ടീച്ചറിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്, സബ്ജക്റ്റ്, ഏത് ക്ലാസ്. നമുക്കിത് KG തൊട്ട് സ്റ്റാൻഡേർഡ് 4th വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പറ്റുന്ന ഒരു ലെസൺ പ്ലാനാണ്. പിന്നെ ഡേയ്സ്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ ഇത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ആ ക്ലാസ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ അപ്പോൾ തീം അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് യൂസേജ് ഓഫ് ദീസ് ആൻഡ് ദോസ് എന്ന് പറഞ്ഞാണ്. ഇനി ലേണിംഗ് ഒബ്ജക്റ്റീവ്, കുട്ടികൾ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആൻഡ് ദോസ്, ദീസും ദോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു യൂസ് ദീസ് ആൻഡ് ദോസ് കറക്റ്റ്ലി ഇൻ സെൻറ്റൻസസിൽ ദീസും ദോസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കുട്ടി പഠിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസ് വിൽ ഡെവലപ്പ് ദെയർ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. കുട്ടികൾക്ക് അവരുടെ ലിസണിങ്ങും സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിംഗ് സ്കിൽസും കഴിവും വർദ്ധിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ കൺസെപ്റ്റ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് കൺസെപ്റ്റാണ് കുട്ടി ഉൾക്കൊള്ളുന്നത്. Used to refer people or things that are near the speaker. അതായത് സ്പീക്കറിൻ്റെ അടുത്താണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, ദീസ് എന്ന് പറയും. While those is used to refer the people or things that are far from the speaker. ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ അകലെ നിന്നാണ് എങ്കിൽ എന്താണ് നമ്മൾ പറയുക, അതിനെ ദോസ് എന്നും പറയുന്നു. അപ്പോൾ ഇതെന്താണ്, പ്ലൂറൽ ഫോംസ് ആണ്. ദീസും ദോസുമാണ് യൂസ് ചെയ്യുന്നതെന്നും കുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു. ഒന്നിൽ കൂടുതലുള്ള സാധനം തൊട്ടടുത്താണ് എങ്കിൽ നമ്മൾ ദീസ് എന്നും, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ അകലെയാണ് എങ്കിൽ നമ്മൾ ദോസുമാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് കുട്ടിയിലേക്ക് എത്തുന്നു. ഓക്കെ, ദെൻ സ്കിൽസ്, എന്തെല്ലാം സ്കിൽസാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ, കമ്പാരിസൺ, ലിസണിങ്, സ്പീക്കിംഗ്, പിക്ചർ വേർഡ് അസോസിയേഷൻ, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, അതായത് LSRW. ഓക്കെ, ദെൻ എന്തെല്ലാം വാല്യൂസാണ് ഈ ഒരു പോർഷനിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത്. ആക്യുറസി, ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്കിത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് TLM എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫ്ലാഷ് കാർഡ് വിത്ത് പിക്ചർ ഓർ ഒബ്ജക്ട്സ്, വൈറ്റ് ബോർഡ് ആൻഡ് മാർക്കേഴ്സ്, വർക്ക്ഷീറ്റ് വിത്ത് എക്സസൈസ്, പിക്ചേഴ്സ് കാർഡ് വിത്ത് ദീസ് ആൻഡ് ദോസും ദീസും വരുന്ന സെൻറ്റൻസ് വരുന്ന പിക്ചർ കാർഡ്സുകളൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി കുട്ടിക്ക് ഇതിനെക്കുറിച്ച് എന്തെല്ലാം നേരത്തെ അറിയാം, അതാണ് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത്. ഹാവ് ബേസിക് നോളജ് ഓഫ് വൊക്കാബുലറി ഉണ്ടോ കുട്ടിക്ക്. സ്റ്റുഡൻസ് ഷുഡ് ബി ഫെമിലിയർ വിത്ത് ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ, കുട്ടിക്ക് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യണേ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടോ എന്നെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ടീച്ചിങ് മെത്തഡോളജി, നമുക്ക് എങ്ങനെ ഇത് പഠിപ്പിക്കാം കുട്ടികളെ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ ബിഗിൻസ് വിത്ത് ദ ലെസൺ ബൈ റിവൈസിങ് ബേസിക് വൊക്കാബുലറി. അപ്പോൾ നമുക്കറിയാം വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഒബ്ജക്ട്സുകളും സാധനങ്ങളും വെച്ചിട്ട് കുട്ടികളോട് അതിൻ്റെ നെയിംസ് ചോദിക്കാവുന്നതാണ് അല്ലേ. അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യുക. ദെൻ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ദീസ് ആൻഡ് ദോസും ദീസും അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡുകളും പിക്ചർ കാർഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കുട്ടികൾക്ക് ദീസ് ആൻഡ് ദോസ് എന്ന് പറയുന്ന explain the difference between these and those using examples and sentences എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡിഫറൻസ് ആണ് ദീസ് എന്നും എന്താണ് ദോസ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നു. ദെൻ റൈറ്റ് സെൻറ്റൻസ് ഓൺ ദ ബോർഡ് യൂസിങ് ദീസ് ദോസ്. ഹാവ് സ്റ്റുഡൻസ് റിപ്പീറ്റ് ദ സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ വെദർ ദീസ് ഓർ ദോസ് ഈസ് യൂസ്ഡ്. Distribute the worksheet. Allow the students to share their sentence with the class. Then learning activity, the flashcard activity, then sentence building activity, picture description, then follow up activity. നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റിയിൽ ഹോംവർക്ക്സ് ആണ് കൊടുക്കുന്നത്. പ്ലേ, ഗെയിമോ, Simon says, then
യൂസിങ് ദീസ് ആൻഡ് ദോസ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ദീസ് എന്ന് ദോസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ദീസ് ആൻഡ് ദോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾ വ്യക്തമായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ അടുത്താണ് എങ്കിൽ അതിനെ ദീസ് എന്നും, അകലെയാണ് എങ്കിൽ ദോസ് എന്നുമാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളും പിക്ചർ റീഡിങ്സും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.